എല്ലാവർക്കും നമസ്കാരം. വളരെ നടുക്കുന്ന ഒരു വാർത്തയാണ് നിങ്ങളുമായിട്ട് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ പേവിഷബാധയേറ്റുള്ള മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഈ സംഭവം നടക്കുന്നത് അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ വാഴച്ചാൽ ആദിവാസി ഉന്നതിയിലെ രാമൻ എന്ന് പറയുന്ന ഗൃഹനാഥന് ഈ മാസം 20-ാം തീയതി ഛർദിയും അതുപോലെ പനിയും പിച്ചും പേയും ഒക്കെ പറയുന്ന ഒരു അവസ്ഥ കണ്ട് ഇവരുടെ മകളും ഇവരുടെ വീട്ടുകാരും ചേർന്ന് ഈ രാമനെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിയ രാമന് അവിടെ പ്രാഥമികമായി ചികിത്സകൾ നൽകി. എന്നാൽ മറ്റ് ടെസ്റ്റുകളോ മറ്റ് കാര്യങ്ങളോ ഒന്നും ചെയ്തിരുന്നില്ല. ഓൾറെഡി ട്രിപ്പ് ഇട്ടു. അതിനുശേഷം പനി നോർമലായിട്ടിരിക്കുന്നു. പക്ഷേ രാമൻ ഈ വെള്ളം കുടിക്കുന്ന വെള്ളമൊക്കെ അപ്പോൾ തന്നെ ഒമിറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ തുപ്പിക്കളയുന്നുണ്ട്, കാർപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് കാണുന്നത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മറ്റ് അസ്വസ്ഥകളൊന്നും കാണുന്നില്ല. അതിനുശേഷം ഇവർ അവിടെ നിന്നും ആ ഹോസ്പിറ്റലിൽ നിന്നും ഇവരുടെ വീട്ടിലേക്ക് പോരുകയാണ്. തുടർന്ന് വീണ്ടും വീട്ടിൽ ചെന്നിട്ട് ഈ ഛർദിയും അതുപോലെ തന്നെ മറ്റ് ഇതുപോലത്തുള്ള അവസ്ഥകൾ വീണ്ടും വർദ്ധിക്കുന്നു. ഇവരുടെ തൊട്ടടുത്തുള്ള ഏതോ ഒരു വിശ്വാസ സംബന്ധമായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അതിനുശേഷം അവിടെ വെച്ച് വീണ്ടും വിറയിലും മറ്റ് സംഗതികളും ഉണ്ടായി. അവിടെ നിന്ന് നേരെ വീണ്ടും കഴിഞ്ഞ ഞായറാഴ്ച വീണ്ടും ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നു. പക്ഷേ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തുന്നതിന് മുൻപേ തന്നെ ചോരയൊക്കെ ഛർദ്ദിച്ച് ഈ രാമൻ എന്ന് പറയുന്ന ഗൃഹനാഥൻ മരണപ്പെടുകയാണ്. അതിനുശേഷം ഈ രാമനെ പോസ്റ്റ്മോർട്ടത്തിനായിട്ട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയാണ്. അവിടെ ചെന്ന് ഈ രാമൻ മരിച്ചമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങളും മറ്റു കാര്യങ്ങളും പറഞ്ഞപ്പോൾ അവിടുത്തെ ഡോക്ടർമാർക്കുണ്ടായ ഒരു സംശയമാണ് പോസ്റ്റ്മോർട്ടത്തിലേക്ക് നയിച്ചതും. തുടർന്ന് ആ പോസ്റ്റ്മോർട്ടം ചെയ്ത സാമ്പിളുകൾ തിരുവനന്തപുരത്തേക്ക് അയച്ച് ലാബിൽ നിന്നുള്ള റിസൾട്ട് വന്നപ്പോഴാണ് ഈ രാമൻ മരിച്ചിട്ടുള്ളത് പേവിഷബാധയേറ്റാണ് മരിച്ചിട്ടുള്ളത് എന്നുള്ള വിവരം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ രാമനെ ചികിത്സിച്ച ഡോക്ടർമാരും ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. ഈ വിഷയം അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റിജേഷുമായിട്ട് സംസാരിച്ചപ്പോഴാണ് കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ രാമൻ എന്ന് പറയുന്ന ഗൃഹനാഥന് 3 പെൺമക്കളും ഭാര്യയുമാണുള്ളത്. ഈ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴും ഈ ഗുരുതരമായിട്ടുള്ള മറ്റ് ലക്ഷണങ്ങളോ സംഭവങ്ങളോ കണ്ടുള്ള ഒരു ഇതുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ നടന്നിരുന്നില്ല. ഇവർക്ക് OP ടിക്കറ്റ് കൃത്യമായി കിട്ടിയിരുന്നില്ല എന്നാണ് ഇവരുമായിട്ട് ഈ രാമന്റെ മകളുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അവർ നമ്മളുമായിട്ട് പങ്കുവച്ച കാര്യം. ഗ്യാസിന്റെ ഗുളികകളാണ് ഇവർക്ക് കൊടുത്തത്. മറ്റ് ലക്ഷണങ്ങൾ, അതായത് വെള്ളം കുടിക്കുമ്പോൾ രാമൻ അപ്പോൾ തന്നെ ഇത് ഒമിറ്റ് ചെയ്യുന്നു, ഛർദ്ദിച്ച് കളയുന്നു. ഛർദിയും വിറയലുമാണ് പ്രധാനമായും കണ്ടിട്ടുള്ളത്. ഓർമ്മ ഇടയ്ക്ക് വരും, പിന്നെ വീണ്ടും പോകും. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു ഗുരുതരമായ അവസ്ഥയിലേക്ക് മാറുന്നത്. സ്വാഭാവികമായിട്ടും ഈ ആദിവാസി ഉന്നതിയിൽ ഈ രാമന്റെ വീട്ടിൽ നായ്ക്കളുണ്ട്. അവിടെ ഒരു തെരുവ് നായ്ക്കളുടെ രൂക്ഷമായിട്ടുള്ള ശല്യമുണ്ട്. ഇത് മാത്രമല്ല ഈ കാട്ടുമൃഗങ്ങളുമായിട്ടൊക്കെ ഇടപഴകി ജീവിക്കുന്നവരാണ് ഈ ആദിവാസി ഉന്നതിയിലുള്ളവർ. കുരങ്ങ് പോലെയുള്ള വന്യജീവികളുടെ കടിയേറ്റും ഇതുപോലുള്ള പേവിഷബാധ ഏൽക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വന്യജീവികളുടെ കടിയേറ്റിട്ട്, ഈ കുരങ്ങ് പോലുള്ള വന്യജീവികളുടെ കടിയേറ്റിട്ട് കൃത്യസമയത്ത് തന്നെ ചികിത്സ തേടാതിരുന്നത് കൊണ്ടാണോ ഇങ്ങനെ ഒരു അസുഖം പേവിഷബാധയിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ള സംശയവും ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നുണ്ട്. അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ വാഴച്ചാൽ ഉന്നതിയിലെ രാമൻ എന്ന് പറയുന്ന ഗൃഹനാഥൻ മരണപ്പെട്ടിരുന്നു. ആ മരണവുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സാമ്പിളുകൾ തിരുവനന്തപുരത്തേക്ക് അയച്ച് ലാബിൽ നിന്നുള്ള റിസൾട്ട് വന്നപ്പോൾ പേവിഷബാധയേറ്റാണ് രാമൻ മരിച്ചിട്ടുള്ളത് എന്ന വിവരമാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തെരുവ് നായ്ക്കളെ അങ്ങനെ ചെറുതായിട്ട് കാണരുത്. ഈ നായ്ക്കൾ കടിക്കുമ്പോൾ കഴുത്തിന് മേലെയൊക്കെയാണ് ഇത് കടിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിഭീകരമായിട്ടുള്ള അവസ്ഥയാണ് ഉണ്ടാവുക. പേവിഷബാധയിലേക്കൊക്കെ പോകാനായിട്ട് വളരെയധികം സാധ്യതകളുണ്ട്. നമ്മുടെ പട്ടണത്തിലും നമ്മുടെ പ്രദേശങ്ങളൊക്കെ തന്നെ ഇപ്പോഴും തെരുവ് നായ്ക്കളുണ്ട്. ഇത് അടിക്കടി ഇത്തരത്തിലുള്ള സംഗതികൾ റിപ്പോർട്ട് ചെയ്യുന്നു. അധികാരികൾ എന്ത് ചെയ്യാൻ ചോദിക്കാൻ എന്നുള്ള ചോദ്യമേ ഞാനിപ്പോൾ പങ്കുവയ്ക്കുന്നില്ല. ജനങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ വീട്ടിലായിരുന്നാലും നാട്ടിലായിരുന്നാലും തെരുവ് നായ്ക്കളുണ്ടെങ്കിൽ ഒരു കയ്യകലം നിങ്ങൾ പാലിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും സിംഹത്തെ നമ്മൾ ഇത്ര കണ്ട് പേടിക്കേണ്ട, പക്ഷേ തെരുവ് നായയെ വല്ലാത്ത രീതിയിൽ ഭയക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട തരത്തിലുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ആദിവാസി ഉന്നതിയായിട്ടുള്ള വാഴച്ചാൽ ഉന്നതിയിലെ രാമൻ എന്ന് പറയുന്ന ഗൃഹനാഥൻ മരണപ്പെട്ടിട്ടുള്ളത് പേവിഷബാധ ഏറ്റിട്ടാണെന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.